Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ X6 Proന്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം പോക്കോ X6 Pro 30,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. ഡിമെൻസിറ്റി 8300 അൾട്ര, അതേപോലെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും നല്ലൊരു ഹാർഡ്വെയറോടെ തരുന്നത്. പക്ഷേ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാമറ റിവ്യൂയിലേക്ക് കിടക്കാം. അത് പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിലെ ക്യാമറ ഹാർഡ്വെയർ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സൽ OIS ക്യാമറയാണ് പ്രൈമറി സെൻസർ. അതിനൊപ്പം തന്നെ നമുക്കൊരു 8 മെഗാ പിക്സൽ അൾട്ര വൈഡും അതിനൊപ്പം തന്നെ ഒരു 2 മെഗാ പിക്സൽ മാക്രോ സെൻസറാണ് വരുന്നത്. ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാമറ സാമ്പിൾസ് നോക്കാം, ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല കളേഴ്സാണ്, വളരെ നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സാണ് വരുന്നത്. കഴിഞ്ഞ X5 Pro അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സാച്ചുറേഷനൊക്കെ വളരെ കൺട്രോൾഡാണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ നല്ല ഡൈനാമിക് റേഞ്ച് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ്. ഷാർപ്നെസ് മോശമെന്നല്ല, എന്നാൽ പോലും കുറച്ചും കൂടെ ഷാർപ്പ് ആക്കാമായിരുന്നു ഇമേജസ്. ഓവറോൾ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് ആണെങ്കിൽ വളരെ നാച്ചുറൽ ലുക്കിംഗ് ആണ്, സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, അതേപോലെ ഡൈനാമിക് റേഞ്ച് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് പോക്കോ X6 Proൻ്റെ. ഇനി നമുക്ക് അൾട്ര വൈഡിലേക്ക് എടുക്കുമ്പോൾ ഇതിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെയിം കളേഴ്സ് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു വളരെ നല്ല കാര്യമാണ്, കാരണം പല ക്യാമറാസിലും അതിൽ ചേഞ്ച് വരാറുണ്ട്. പിന്നെ ഡീറ്റെയിൽസും കുഴപ്പമില്ല, പക്ഷേ എഗെയിൻ ഷാർപ്നെസ് ലെവൽസ് ഒരു 8 മെഗാ പിക്സലിന് അതിൻ്റേതായ പരിമിതികളുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു അൾട്ര വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്ലോസപ്പ് ഷോട്ട്സിലേക്ക് പോകുമ്പോൾ ഇവിടെയും നമുക്ക് കളേഴ്സ് നല്ലതാണ്. വീണ്ടും തന്നെ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കളേഴ്സാണ്, അതേപോലെ ഡീറ്റെയിൽസും കൊള്ളാം. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, എഡ്ജസ് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഷാർപ്നെസ് ലെവൽസിൻ്റെ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ചില എഡ്ജസൊക്കെ കുറച്ചൊരു സോഫ്റ്റാണ്. പിന്നെ മാക്രോസ് വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി, വലിയ കാര്യമായ ഒരു ഇതൊന്നുമില്ല 2 മെഗാ പിക്സൽ ഷൂട്ടർ കൊണ്ട്. ഇനി അടുത്ത് നമുക്ക് പോർട്രേറ്റ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്കിൻ ടോൺസ് ആണ്, അതേപോലെ കളർ റിപ്രൊഡക്ഷൻ നല്ലതാണ്. ആ ഷർട്ടിൻ്റെ കളറൊക്കെ വളരെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല എഡ്ജ് ഡിറ്റക്ഷനാണ്. ഓവറോൾ എനിക്ക് സ്കിൻ ടോൺസ് വളരെ ഇഷ്ടപ്പെട്ടു. അഗെയിൻ പോർട്രേറ്റ്സിൻ്റെ ഡൈനാമിക് റേഞ്ചും വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു പോക്കോ X6 Proൻ്റെ പോർട്രേറ്റ് എക്സ്പീരിയൻസ് നല്ല മികച്ച എക്സ്പീരിയൻസ് ആണ്. എഡ്ജ് ഡിറ്റക്ഷനും വളരെ നല്ലതായിരുന്നു. ഇനി ലോ ലൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇൻഡോർ ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷേ വീണ്ടും തന്നെ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇനി എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും, ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ നോയ്സും റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ ഡൈനാമിക് റേഞ്ച് നല്ലതാണ്, കണ്ടില്ല ആ ഷാഡോസൊക്കെ നല്ല രീതിയിലാണ് റിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫൈൻ ട്യൂണിങ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ക്യാമറ വളരെ നല്ലതായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ലോ ലൈറ്റ് ക്യാപ്ചേഴ്സും ഡെഫിനറ്റ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് സെൽഫി ക്യാമറ ഇവിടെയും സ്കിൻ ടോൺസ് നല്ലതാണ്. ചെറിയൊരു വൈറ്റ് ബാലൻസ് ഇഷ്യൂ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഷർട്ടിൻ്റെ കളർ കുറച്ചും കൂടെ ഒന്ന് ഒരു ഡള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പോലും സെൽഫീസ് കുഴപ്പമില്ല. പിന്നെ സെൽഫീസ് ഏറെക്കുറെ പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ പോർട്രേറ്റ് സെൽഫീസും കുഴപ്പമില്ല. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല, കുറേ മിസ്ഡ് എഡ്ജസ് ഉണ്ട്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിൽ പോവുകയാണെങ്കിൽ മാക്സിമം 4K 30 FPS ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ OIS പ്ലസ് EIS കോമ്പിനേഷൻ ഉണ്ട്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്ലസ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഫുട്ടേജ് വളരെ സ്റ്റെബിലൈസ്ഡ് ആണ്, കളേഴ്സ് ആണെങ്കിൽ നല്ലതാണ്, ഡീറ്റെയിൽസും നല്ലതാണ്, അതേപോലെ ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ചും എല്ലാം തന്നെ നല്ലതാണ്. ഇനി 1080p 30 FPS വീഡിയോ ഇതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ 1080p 60 FPS ഞാൻ ഉദ്ദേശിച്ച് അതും നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. വീണ്ടും തന്നെ ഷാർപ്നെസ് ലെവൽസും ഡൈനാമിക് റേഞ്ചും അതേപോലെ ഓവറോൾ കളർ ക്വാളിറ്റിയും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇനി 1080p 30 FPS ഇതും തന്നെ ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് ആണ്. സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറെക്കുറെ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം. ഇനി ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, അവിടെ നമുക്ക് ഒരു 1080p 30 FPS വരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 8 മെഗാ പിക്സലിന് അതിൻ്റേതായ പരിമിതികളും ഉണ്ട്. So this is the front facing camera sample taken with the Poco X6 Pro. It can record videos in 1080p 60 fps. So this is the 60 fps video taken using the selfie camera, so you can judge yourself how good the clarity of the video is and also the audio output from the front camera.
അപ്പോൾ ഇതായിരുന്നു ക്യാമറ റിവ്യൂ പോക്കോ X6 Proൻ്റെ. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ലതാണ്, നല്ല കളേഴ്സാണ്, അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സാണ് വരുന്നത്. ഡൈനാമിക് റേഞ്ച് നല്ലതാണ്, ഡീറ്റെയിലിംഗ് കൊള്ളാം. പക്ഷേ ഷാർപ്നെസ് ലെവൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. ചില എഡ്ജസ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ പോർട്രേറ്റ്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലോ ലൈറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ സെൽഫി ക്യാമറയും ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങും അത്യാവശ്യം കൊള്ളാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എഗെയിൻ സെൽഫി ക്യാമറയിലും സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, എന്നാൽ 4K റെക്കോർഡിംഗ് സെൽഫി ക്യാമറയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുക വെച്ചാൽ നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലി പോക്കോ X6 Pro അത്രയ്ക്കൊരു ദ ബെസ്റ്റ് ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു സാറ്റിസ്ഫാക്ടറി ക്യാമറ എന്ന് അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണെങ്കിൽ പ്രോബബ്ലി റെഡ്മി നോട്ട് 13 Pro Plus 5G ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ നമുക്ക് പെർഫോമൻസും ക്യാമറേൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ദ ബെസ്റ്റ് ക്യാമറ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാൽ ഒരു സാറ്റിസ്ഫാക്ടറി ക്യാമറ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാം. ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ ഇതായിരുന്നു പോക്കോ X6 Proൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഈ ഡിവൈസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.